ഫ്രാൻസിനെ വീഴ്ത്തി സ്പെയിൻ ലോകകപ്പിന്റെ ഫൈനലിൽ. ജയം മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് സ്പെയിൻ ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത് 2ാം തവണ. ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ. നെയ്മർ ഇരട്ടക്കൊലയിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ ചെന്താമരയുടെ ശിക്ഷ എന്തെന്ന് ഇന്നറിയാം. വധശിക്ഷ ലഭിക്കാൻ സാധ്യതകളേറെ. ശിക്ഷ വിധിക്കുന്നത് രാവിലെ 11:30-ഓടെ. കോടതിയിലെ അക്ഷോഭ്യമായ മറുപടികളിൽ ചെന്താമരയുടെ ക്രൂര മനസ്സിന് മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് വ്യക്തം. പരമാവധി ശിക്ഷ തന്നെ വിധിക്കുമെന്ന പ്രതീക്ഷയിൽ ചെന്താമര കൊലപ്പെടുത്തിയ സുധാകരന്റെ മകൾ. ബ്രിട്ടീഷ് നിർമ്മിത സ്കോച്ചിനും കാറുകൾക്കും ഇന്നു മുതൽ വില കുറയും. ഇന്ത്യ-UK വ്യാപാര കരാർ പ്രാബല്യത്തിൽ. മറ്റുൽപ്പന്നങ്ങൾക്ക് ഘട്ടം ഘട്ടമായി വില കുറയും. ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തീരുവയില്ലാതെ ബ്രിട്ടീഷ് വിപണിയിലേക്ക്. ബഹിരാകാശത്ത് ആദ്യമായി മലയാളി എത്തി. ഒറ്റപ്പാലത്തുകാരൻ അനിൽ മേനോനും 2 റഷ്യക്കാരും സോയൂസ് MS-29 പേടകത്തിൽ ലക്ഷ്യം കുറിച്ചത് ഇന്ന് പുലർച്ചെ. അടുത്ത വർഷം ഏപ്രിൽ വരെ 3 പേരും ബഹിരാകാശത്ത്. ബൈക്കോണർ കോസ്മോഡ്രോമിൽ നിന്ന് കുതിച്ചുയർന്ന പേടകം ബഹിരാകാശ കേന്ദ്രത്തിലെത്തിയത് 3.5 മണിക്കൂർ കൊണ്ട്. ലഹരിക്കെതിരെ ആഭ്യന്തരമന്ത്രി തുടക്കമിട്ട മഹാദൌത്യവുമായി രമേശ് ചെന്നിത്തല തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയുമായി ഇന്ന് ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച. ദൌത്യത്തിന് തമിഴ്നാടിന്റെ പിന്തുണ തേടും. അന്തർ സംസ്ഥാന തലത്തിലെ ലഹരി വഴികൾ അടയ്ക്കുക രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മരിച്ച കൊട്ടാരക്കരക്കായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന്. പൊതുദർശനം രാവിലെ 10-ന്. സംസ്കാരം ഉച്ച കഴിഞ്ഞ്. വിക്ടറി തോമസിന്റെയും ഭാര്യ ലൗനിയുടെയും മൃതദേഹങ്ങൾ നാട്ടിൽ എത്തിച്ചത് ഇന്നലെ. ഇടുക്കി പൂപ്പാറയിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിക്കൽ. തിരിച്ചുപിടിച്ചത് മുള്ളൻതണ്ടിലെ ഭൂമി. കെട്ടിയ ഷെഡും നട്ടുവളർത്തിയ ഏലച്ചെടികളും നീക്കം ചെയ്തു. റവന്യൂ നടപടി കൈവശാവകാശ രേഖയുണ്ടെന്ന കയ്യേറ്റക്കാരുടെ വാദം പൂർണ്ണമായും തള്ളിക്കൊണ്ട്. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാക് അധിനിവേശ കശ്മീരിൽ സംഘർഷത്തി. 8 പ്രതിഷേധക്കാരെ പാക് സൈന്യം വെടിവെച്ചു കൊന്നു. സൈനിക നടപടി. മുസാഫറാബാദിൽ ഇന്ന് കൂറ്റൻ പ്രതിഷേധ മാർച്ച് നടക്കാനിരിക്കെ.